ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? അവർക്ക് എന്ത് മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനുള്ളത്? അതുപോലെ തന്നെ അവരുടെ കറന്റ് സിറ്റുവേഷൻ ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ളതും കൂടിയാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി അതിയായിട്ട് ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ കുറേ പേർക്കെങ്കിലും ഒരു ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവാനായിട്ടുള്ളൊരു സാധ്യത കുറവാണ് ഇവിടെ. കാരണം ഇവിടെ ഒരു തിങ്കിങ് എനർജിയാണ്. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് പോലും നിങ്ങളെ അവർ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് പോലും അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് ഓരോ മൊമെന്റും അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കിങ് ഓഫ് സ്വാർഡ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറേയധികം തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം. മേ ബി നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷനോ കാര്യങ്ങളോ ഒരു തടസ്സമുണ്ട്. എന്നാൽ കൂടിയും അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരുപാട് അധികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കിട്ടിയിട്ടില്ല. ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജി ആയിക്കോട്ടെ, ഡെവിൽ കാർഡിൻ്റെ എനർജി ആയിക്കോട്ടെ, ഒക്കെ തന്നെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ഒരുപാട് ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് പോലും നിങ്ങളെ കാണാനായിട്ട് പോലും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മകളെ ഒരുപാട്, അതായത് ഓർമ്മകളിൽ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നുണ്ട്. നല്ല നല്ല മൊമെന്റ്സ് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നതോടൊപ്പം തന്നെ ഇനി അത് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ലേ എന്ന് ഓർത്തിട്ട് ഒരു വിഷമവും ഉണ്ട് എന്നുള്ളതാണ്. ഭയങ്കരമായിട്ടൊരു ഒരു ഫിസിക്കൽ അട്രാക്ഷൻ പോലും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സാമീപ്യം പോലും ഈ ഒരു സമയത്ത് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ന്യൂ പേജ് ഓഫ് ലവ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു അത്തരം ഒരു ആലോചനയിലാണ് അവരിപ്പോൾ ഉള്ളത്. മൊത്തത്തിലൊരു തിങ്കിങ് എനർജിയാണ് അല്ലെങ്കിൽ ഒരു മിസ്സിങ് എനർജിയാണ് ഇവിടെ. ഭയങ്കരമായിട്ടൊരു മിസ്സിങ് ഫീലാണ് അവർക്ക് തോന്നുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഒരു സമയത്ത് പോലും അവർ ഒരുപാട് ഈഗർലി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ടു ഓഫ് വാൺസിനെ വെച്ച് നോക്കുകയാണെങ്കിലും ഒരുപാട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ ഒരു കറന്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ കൂടിയും ഒരു അത്ര സ്റ്റെബിലിറ്റി ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം ഭയങ്കര ഒരു ലോസ് ഫീലിംഗ് ആണ് അവർക്ക് ഉള്ളത് എന്നുള്ളതാണ്. ഇവിടെ കിങ് ഓഫ് സ്വാർഡ്സിനെ വെച്ച് നോക്കിയാൽ തന്നെയും ഏതെങ്കിലും രീതിയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കരിയറിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിരിക്കാം. ഇനി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാനിപ്പുലേറ്റിംഗ് എനർജി ഉണ്ടെങ്കിൽ തന്നെയും ഏത് തരത്തിലാണെങ്കിലും അവരുടെ മനസ്സ് ഭയങ്കര അസ്വസ്ഥമാണെന്നുള്ളതാണ്. ചിലർക്കെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് അതിപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നതിൻ്റെ പേരിലായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ട് അവർ എന്തെങ്കിലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. പ്രവർത്തിക്കാൻ പാടില്ലാത്തൊരു കാര്യം അവരുടെ ബിഹേവിയറിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ളൊരു ഒരു വിഷമം നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം. സോ അതിൻ്റെ പേരിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു, ഒരു വഴക്കായി, അങ്ങനെ പിണങ്ങിപ്പോയവരും ഉണ്ടാവാം. സോ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു സമയത്ത് അവർ ഒരുപാട് നിങ്ങളോട്, അതായത് നിങ്ങളോട് എന്ത് രീതിയിലാണോ അവർ ഏത് രീതിയിലാണോ ഒരു അകൽച്ച ഇപ്പോൾ പാലിക്കുന്നത്, അതിനൊക്കെ തന്നെ അവർക്കൊരു ഗിൽറ്റ് ഫീൽ തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഓർമ്മകളെ ഒരുപാട് വാല്യുബിളായിട്ട് ഈ ഒരു സമയത്ത് അവർ കാണുന്നുണ്ട്. നിങ്ങൾ അവരുടെ അരികിൽ വരണം എന്ന് അവർ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഫിസിക്കൽ അട്രാക്ഷൻ പോലും അത്രയധികമായിട്ട് അത്രയധികമായിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് പോലും നിങ്ങളോട് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങളുടെ അരികിലേക്ക് ഇനി വരുമ്പോൾ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള രീതിയിൽ അവർക്കൊരു ഭയമുണ്ട് എന്നുള്ളതാണ്. ഈ ഇത്രയും നാളായിട്ടൊരു സെപ്പറേഷൻ വന്നു, അല്ലെങ്കിൽ ഇത്രയധികം ദിവസങ്ങളായിട്ട് ഒരു ഒരു മൗനം പാലിച്ചതിന് നിങ്ങൾ ഇനി അവർക്ക് ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുമോ എന്നൊക്കെ അവർ ഓർക്കുന്നുണ്ടായിരിക്കാം. സോ അതൊക്കെ കൊണ്ട് തന്നെ അവരുടെ മനസ്സത്ര ഒരു ഓക്കെ അല്ല. ഭയങ്കര ടയർഡപ്പ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അവരുള്ളത് എന്നുള്ളതാണ്. സോ അത്രയധികമായിട്ട് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നിങ്ങളെ ഒരു കോൺടാക്റ്റിൽ വരണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സംസാരിക്കണം, നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ എങ്കിലും അറ്റ്ലീസ്റ്റ് പോസിബിലിറ്റി ഉണ്ടാവണം. ഇൻ കേസ് ഇനി റിയൂണിയൻ പോസിബിൾ ആവണം എന്നാണ് അതിയായിട്ടുള്ള ആഗ്രഹം. എന്നാലും ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ. കാരണം അത്രയധികമായിട്ടാണ് അവർക്ക് നിങ്ങളോടൊരു ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ അവരുടെ ഒരു മിസ്സിങ് ഫീലൊക്കെ തോന്നുന്നത്. അങ്ങനെ ഒരു വിഷമമാണ് അവർ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ അവർക്കൊരു പേടിയുണ്ട്. നിങ്ങളിനി ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആയി പോവോ? അല്ലെങ്കിൽ ഇനി വരുമ്പോൾ നിങ്ങൾ പഴയതുപോലെ നിങ്ങൾക്കിനി അവരെ സ്നേഹിക്കാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്. കുറച്ച് പേർക്കെങ്കിലും ഇൻ കേസ് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളോട് പറയാതെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, അത് ചിലപ്പോൾ നിങ്ങൾ അറിയുകയോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാനായിട്ട് മടിച്ചിട്ടുള്ള കാര്യം അവർ പറയാൻ ഒരുപാട്, അതായത് ഈ ഒരു വ്യക്തിയുടെ മറ്റ് റിലേഷൻഷിപ്പോ കാര്യങ്ങളൊന്നും ആവാൻ സാധ്യതയില്ല. എന്നാലും അവർ നിങ്ങളോട് പറയാനായിട്ട് മടിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അറിയുകയോ അത് ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയി പോവുകയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു വാക്കുകളായിക്കോട്ടെ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. സോ നിങ്ങൾ അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു വ്യക്തി പറഞ്ഞ കാര്യമായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഈ ഒരു സെപ്പറേഷൻ വന്ന സമയത്ത് നിങ്ങൾ അത്രയധികമായിട്ട് സ്നേഹിച്ചതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര കെയറിങ് ആയിരുന്നു, അല്ലെങ്കിൽ ലവബിൾ ആയിരുന്നു. എത്രയധികം പ്രശ്നങ്ങൾ അവരുടെ ലൈഫിലുണ്ടെങ്കിലും അതിനൊരു സൊല്യൂഷൻ കിട്ടാതെ അവർ ഒരുപാട് വിഷമിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോലും
നിങ്ങളോട് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ആ ഒരു അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു റീസൺ അവരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങളോട് സംസാരിച്ചതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങളോട് ഫോൺ വിളിക്കുകയോ അല്ലെങ്കിൽ കോൺടാക്റ്റ് നേരിട്ട് കാണുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത്രയധികം വിഷമങ്ങൾ ഈ ഒരു സമയത്ത് ഞാൻ നേരിടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അവർക്കൊരു സൊല്യൂഷൻ എന്നോണം ഒരുപാട് കെയറിങ്ങും സപ്പോർട്ടും ഒക്കെ നിങ്ങൾ വാക്കുകളിലൂടെയെങ്കിലും കൊടുത്തിട്ടുള്ളവരാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഒന്നും തന്നെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കൂടിയും നിങ്ങളോട് സംസാരിച്ച് കഴിയുമ്പോൾ അവരായിക്കോട്ടെ പറയുന്നുണ്ടായിരിക്കാം, നിന്നോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പകുതി ഒരു സമാധാനം കിട്ടിയതുപോലെ ഉണ്ട് എന്ന് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. സോ അത്രയധികം നിങ്ങൾ ഭയങ്കര ഒരു ഹീലറായിട്ടോ ഒക്കെ തന്നെ അവരുടെ ഇടയിൽ നിന്നിട്ടുള്ള ഒരാളാണ്. സോ അതൊക്കെ കൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു ബിഹേവിയർ വന്നു അല്ലെങ്കിൽ ഒരു വാക്കാലോ ഒക്കെ നിങ്ങൾ വേദനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് ഇത്രയധികം സപ്പോർട്ടും കെയറും ഒക്കെ കൊടുത്തിട്ടും എന്തിനായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ എന്തിനാണ് എന്നുള്ള രീതിയിൽ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിലും നിങ്ങൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ കൂടുതൽ പേരും നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഒരു ഇൻഡ്യൂഷൻ പറയുന്നത് ഇവർ തിരികെ വരും അങ്ങനെയൊക്കെ ഒരു ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് പേരിങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്തിൻ്റെ പേരിലാണ് ഒരു സെപ്പറേഷൻ ഇപ്പോൾ അനുഭവിക്കുന്നത് ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു മെസ്സേജ് ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബിഹേവിയർ ആയിക്കോട്ടെ ഒക്കെ തന്നെ അതെന്തുകൊണ്ട് നിങ്ങളോട് അങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിൽ, കാരണം നിങ്ങൾ അത്രയ്ക്കും നിങ്ങളെ പോലും മറന്നുകൊണ്ട് സ്നേഹിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങൾക്ക് അത്രയധികമായിട്ടൊരു വിഷമം തോന്നിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി ആയിക്കോട്ടെ ഈ ഒരു സമയത്ത്, അതായത് അത്രയധികം നിങ്ങളൊരു ഹീലറായിട്ടൊക്കെ നിന്നിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ ഒരുപാട് വിഷമമുള്ളപ്പോഴും മുൻപ് പറഞ്ഞതുപോലെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിച്ച് കഴിയുമ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിലും ഭയങ്കര ആശ്വാസകരമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ഒരു മനസ്സമാധാനം കിട്ടുന്ന ഒരു ഫീലൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും. സോ അതുകൊണ്ടായിരിക്കണം ഈ ഒരു സമയത്ത് അവർ നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നതും. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ബാഡായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അല്ലെങ്കിൽ ഒരു രീതിയിൽ ഒരു സ്റ്റെബിലിറ്റി അവർക്ക് കിട്ടിയിട്ടുള്ളതായിട്ട് ഇവിടെ കാണുന്നില്ല. ഇപ്പോഴും അവർ ഒരുപാട് നിങ്ങളിൽ നിന്ന് പോയതിന് ശേഷവും ഒരുപാട് ലോസ് ഫീലിംഗ് ആണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ പോലും ചുറ്റിനുള്ളവർ പോലും അവർക്കൊരു സപ്പോർട്ടിനില്ല എന്നുള്ളതാണ്. മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ ഒരാളില്ല എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് അവരിപ്പോൾ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാല്യൂ അവർ ഒരുപാട് മനസ്സിലാകുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളായിട്ട് തന്നെ ഒരു പെട്ടെന്ന് എന്തെങ്കിലും കാര്യത്തിന് പിണങ്ങുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, ഒരു ദേഷ്യവും വാശിയൊക്കെ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ എത്രത്തോളം അവരെ സ്നേഹിച്ചിരുന്നു, അതല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും അല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും ഓടി വന്നൊന്ന് ഷെയർ ചെയ്യാൻ ഒരാളുണ്ടായിരുന്നു, അത്രത്തോളം കെയർ ചെയ്യുന്ന ഒരാളായിരുന്നു. അങ്ങനെയുള്ള നിങ്ങളെ എന്തിൻ്റെയൊക്കെ പേരിൽ നഷ്ടപ്പെടുത്തിയല്ലോ എന്ന് തോന്നിയിട്ട് അവർക്കൊരു വിഷമമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ജസ്റ്റിസ് കാർഡും മുടക്കിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം, അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം അവരുടെ ഒരു പ്രണയത്തിന് അർഹനാണ് എന്നുള്ളൊരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു ജസ്റ്റിസ് തരണം എന്ന് അവർ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്.